ഹായ് ഗായ്സ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു. മഴ അങ്ങനെ വെളുപ്പിന് മാത്രം മഴ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ഞങ്ങൾ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ പായിപ്പാട് നിന്ന് ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ കടുവാക്കുഴിയിൽ നിന്നും തുരുത്തിക്കാട് BM കോളേജിലോട്ടുള്ള റോഡിലൂടെ ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഞങ്ങൾ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം ഞങ്ങൾ ആദ്യമായിട്ട് അത് കാണുവാനായിട്ട് പോകണം. എങ്ങനെയുണ്ട് എന്ന് കാണുവാൻ ആസ്വദിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പോകുമ്പോൾ ഒരുപാട് കാടിൻ്റെ പ്രതീതി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീതിയാണ്. നല്ലൊരു വനത്തിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രതീതി പോലെയുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും റോഡ് നനഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം മരം കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം പറ്റാതെ കിടക്കുന്നു. പക്ഷെ നല്ലൊരു അനുഭവമുള്ളൊരു യാത്രയാണ്. ഇത് ഏകദേശം വീടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഏകദേശം വീടിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ഇതുവരെയും അങ്ങോട്ട് പോയി കാണാൻ ഇടയായിട്ടില്ല. മഴയൊക്കെ കാരണം ഒട്ടും തന്നെ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്ന് പെട്ടെന്ന് നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയപ്പോൾ ശരി എന്നാൽ പിന്നെ നമുക്ക് പോകാമല്ലോ എന്ന് കരുതി ഞങ്ങൾ യാത്ര തിരിച്ചതാണ്. സ്കൂട്ടറിലാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് വെള്ളമൊക്കെ കാണാൻ പറ്റും. ഒത്തിരി ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ പോകുന്നിടത്തും നല്ല ഒഴുക്കും വെള്ളത്തിൻ്റെ അതെല്ലാം കാണാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ എവിടെയും നിർത്താതെ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ ആയിരുന്നു എല്ലാമേ. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ വെള്ളം ചെറുതായി ഒഴുകുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളവിടെ നിർത്തി കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് ഒന്ന് നോക്കി വെള്ളമൊക്കെ പോകുന്നതും ഒഴുകുന്നതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഒറിജിനലായിട്ടുള്ള പ്ലേസിലേക്ക് പോയത്. അത് കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ് ഉള്ളത്. അവിടെ പോയി വെച്ചാൽ നമുക്ക് ശരിക്കുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എങ്കിലും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകി പോകുന്നത് എന്നുള്ളത്. ഇവിടെ നിന്ന് അത്ര ആഴമില്ല, പക്ഷേ വെള്ളം നന്നായി ഒഴുക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പാറകളാണ്, തെന്നി വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇറങ്ങിയെങ്കിൽ തെന്നി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ വരുന്നത്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. മഴ കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അത് നല്ല സുഖമാണ് ഈ വെള്ളത്തിലൂടെ കുളിക്കാനും മറ്റു കാര്യങ്ങളും നല്ല നോക്കുമ്പോൾ തന്നെ വെള്ളം ഒരുമിച്ച് ഒഴുകുമ്പോൾ പാലൊഴുകി വരുന്നത് പോലെയാണ് വരുന്നത്. അത്രമാത്രം വെള്ള കളറ് വെള്ളം ഒരുമിച്ച് ഒഴുകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അധികം ഇല്ലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ വെള്ളം നല്ല ശക്തിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയും സൂക്ഷിക്കണം. ചിലപ്പോൾ നമ്മളെ ഒഴുക്ക് നമ്മളെ മുമ്പോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഈ വെള്ളം വീഴുമ്പോൾ ഈ വെള്ളത്തിനടിയിൽ നിൽക്കുവാനൊക്കെ നല്ല സുഖമാണ്. നല്ല ശക്തിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം വീഴുന്നത്. നല്ല സുഖമാണത്. അത് ഇവിടെ മുകളിൽ നിന്നെടുത്ത വ്യൂ ആണ്. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അവിടെ പാറകളൊക്കെ വളരെയധികം സ്ലിപ്പറി ആയിട്ട് കിടക്കുന്നതാണ്. നമ്മൾ അതുകൊണ്ട് ചവിട്ടി നിൽക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത് താഴ്വശമാണ്. ഇവിടെ നമ്മൾക്ക് ഇറങ്ങി നിൽക്കുവാനൊക്കെ സാധിക്കും. പക്ഷേ പാറയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. കുറച്ച് നനഞ്ഞിരിക്കുന്ന പാറ വളരെ സൂക്ഷിക്കണം. അവിടെ പായലുണ്ട്. ചവിട്ടി തെന്നി വീഴുവാനായിട്ടൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അല്ലാതെ നല്ലൊരു ഇടമാണ്. നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫോട്ടോയിൽ കാണുന്ന പോലെ ഏതൊരു ഞങ്ങൾ വന്നപ്പോൾ ഏതൊരു വരുവാൻ നല്ലൊരു സമയമാണ്. നിങ്ങളിവിടെ ചെല്ലാം.